ഹായ് ഡിയർ. നിങ്ങൾ തെറ്റായ വ്യക്തികളിലോ തെറ്റായ സാഹചര്യങ്ങളിലോ സ്വയം നിക്ഷേപിക്കാതിരിക്കുക. കാരണം അവയൊക്കെയും എന്നും നമ്മളുടെ ആ, താഴ്ചയ്ക്ക് അല്ലെങ്കിൽ നാം എന്ന വ്യക്തി സ്വയം ഇല്ലാതാകുന്നതിന് കാരണമായിക്കൊണ്ടിരിക്കും. നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റിലായിരിക്കും അത്തരത്തിലുള്ള വ്യക്തികളെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ഏറ്റവും വലിയ സങ്കടങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ അകപ്പെട്ടു പോകുന്ന സമയത്ത് ആരൊക്കെയാണ് റിയൽ പേഴ്സൺസ്, അവരുടെയൊക്കെ റിയൽ ഫേസസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാകും. അത് നമുക്ക് ദൈവമായിട്ട് നൽകുന്ന ഒരു അവസരമാണ് ജീവിതത്തെ കൃത്യമായിട്ട് നോക്കിക്കാണുന്നതിന് വേണ്ടി. ചുറ്റിലുമുള്ള സാഹചര്യങ്ങളെയും വ്യക്തികളെയും ഒക്കെയും യാഥാർത്ഥ്യ ബോധത്തോടുകൂടി മനസ്സിലാക്കുന്നതിന് വേണ്ടി ആ ഒരു സാഹചര്യത്തെ ഏറ്റവും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എന്താണ് റിയാലിറ്റി എന്ന് മനസ്സിലാക്കുക, അതിനെ ഫേസ് ചെയ്യുക. നിങ്ങൾ എത്ര മോശം സാഹചര്യത്തിലായാലും, എത്ര വലിയ വേദനയിലൂടെ കടന്നു പോയാലും ശരി, യാഥാർത്ഥ്യത്തെ ഫേസ് ചെയ്യുക. നമ്മൾ എപ്പോഴാണ് യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിക്കാൻ ശ്രമിക്കുന്നത്, യാഥാർത്ഥ്യത്തെ മറച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കുന്നത്, അപ്പോഴൊക്കെയും അതിനേക്കാളും വലിയ ഒരു ലൂപ്പിൽ ചെന്ന് വീഴുകയാണ് ചെയ്യുന്നത്. വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൂടി വരും, ഇത്തരത്തിലുള്ള വ്യക്തികളുടെ സാന്നിധ്യം കൂടി വരും. അവരെ നമുക്ക് നൽകുന്ന വേദനകളുടെ, വ്യതകളുടെ ഒക്കെ അളവ് കൂടിത്തരും. ചിലർ വേദനിപ്പിക്കില്ല, അവർ സൈലൻ്റായിട്ട് നിൽക്കും. അവരുടെ ഭാഗത്തു നിന്ന് ഒരു വേദനയല്ലെന്നും പറയാൻ സാധിക്കില്ല, ഒരു സഹകരണ മനോഭാവമില്ലാതെ മുന്നോട്ട് പോകുന്ന വ്യക്തികളായിരിക്കും. നാം എന്ന വ്യക്തിക്ക് സ്നേഹം, സഹകരണം ഒക്കെയും ലഭിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ദൈവം കാണിച്ചു വരികയാണ്, ഇതാണ് റിയൽ ഫേസസ്, ഇതാണ് റിയൽ ആയിട്ടുള്ള സാഹചര്യങ്ങളെന്ന്. അപ്പോൾ അവിടെ നമ്മൾ ആക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമ്മൾ ഏറ്റവും നമ്മുടെ വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലായിരിക്കും. അവിടെ നിന്നും നമുക്ക് ഒരു തീരുമാനമെടുത്ത് മുന്നോട്ടേക്ക് വരാനായിട്ട് പെട്ടെന്ന് സാധിക്കണം എന്നില്ല. അതിനുള്ള ഊർജം നമ്മുടെ കയ്യിലുണ്ടാവില്ല, അതിനുള്ള ഭൗതിക സാഹചര്യങ്ങൾ നമുക്കുണ്ടാവില്ല. അവിടെ നിന്ന് പതിയെ പതിയെ ഇഴഞ്ഞിട്ടായാലും പിച്ച വെച്ചിട്ടായാലും നമ്മുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക് വരികയാണ് വേണ്ടത്. അതായത് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ പുതിയൊരു കാഴ്ചപ്പാടോടുകൂടി നോക്കി കണ്ടുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളൊരു ആർജവം ഉള്ളിലുണ്ടായിരിക്കണം. പലപ്പോഴും നമുക്ക് ജീവിതം വേണ്ട, ഇനി ജീവിക്കണ്ട എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷെ അത്തരത്തിലുള്ള ഒരു തീരുമാനങ്ങളിലേക്കും പോകരുത്. ഈശ്വരനായിട്ട് നമുക്ക് നൽകിയിട്ടുള്ള ജീവൻ തിരിച്ചെടുക്കാൻ നമുക്കൊരിക്കലും അനുവാദമില്ല. അങ്ങനെ നമ്മുടെ ജീവനെ നമ്മൾ നശിപ്പിച്ചാലും ആ ഒരു ആയുഷ്കാലം, ഒരു ആയുസ്സുണ്ട് നമുക്ക്. ആ ഒരു ആയുഷ്കാലം മുഴുവനും നമ്മൾ ഈ ഭൂമിയിൽ തന്നെ ഒരു ആത്മാവിൻ്റെ രൂപത്തിൽ അലഞ്ഞു തിരിയേണ്ടതായിട്ട് വരും. അവിടെയും വ്യത തന്നെയാണ്. ഇതിനേക്കാളും വലിയ പെയിനാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വരുന്നതിനെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് ഒട്ടും പുറത്തേക്ക് കടക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ അത് നമുക്ക് സ്പിരിച്വലായിട്ടുള്ള പല മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്നൊക്കെയും പുറത്ത് കടക്കാൻ സാധിക്കുന്നതാണ്.